നമസ്കാരം. സംവിധാനത്തോടുള്ള പോരാട്ടത്തിൽ നിശബ്ദത വെടിഞ്ഞ ആശ അച്ചി ജോസഫാണ് നമ്മോടൊപ്പം. ആശ, നിശബ്ദത വെടിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ആശയെ എനിക്ക് അറിയുന്നത് WCCയുടെ പോരാളി എന്ന നിലയ്ക്കാണ്. നമുക്കറിയാം, സിനിമാ മേഖലയിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അവൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് ആശയെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആശയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയാണ്. ആശ എന്ന പേരിൽ തന്നെ ശബ്ദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെടുത്തൊരു സമയമുണ്ടല്ലോ. ഇത്രയും ദിവസങ്ങൾ കടന്നു പോയതിനെക്കുറിച്ച് എങ്ങനെയാണ് ആദ്യമൊന്ന് പ്രതികരിക്കാനാവുക? ഏറ്റവും പെട്ടെന്നുള്ള പ്രതികരണം എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും പല സ്ത്രീകളോടൊപ്പവും കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാനും മറ്റ് എല്ലാ പ്രൊസീഡിങ്സിനും നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് നേരെ ഒരു കാര്യം വരുമ്പോൾ അത് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവാണ് നമുക്ക് തരുന്നത്. അതിൽ നമ്മൾ ചിതറിപ്പോകുന്നുണ്ട്. ചിതറിപ്പോയതിന് ശേഷം നമുക്ക് സ്വയം കൂട്ടി വെക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണല്ലോ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതാണ് ആ സമയം. ഈ ഇര അതിജീവിത എന്നുള്ള പ്രയോഗങ്ങൾ അത് പലപ്പോഴും അതൊരു ഭാരമാകുന്നില്ലേ? അപ്പോൾ അത് വേണ്ട, എൻ്റെ പേരിൽ തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞേക്കാം എന്നതിലേക്ക് എത്തുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നടന്നിരിക്കുന്ന പല കാര്യങ്ങളും പ്രശ്നം പുറത്തേക്ക് പറയരുത് എന്നുള്ള സമ്മർദ്ദമാകാം, പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് ആലോചിച്ചതാകാം. ഇനി അതല്ല, ഈ പറയുന്ന തനിക്ക് നേരെ ആക്രമണം നടത്തിയ ആളോട് ദയവ് വേണോ എന്നൊരു ചിന്തയും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ഇതെങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് കടന്നിട്ട് സ്വയം പറയാം, അത് എഴുതുകയാണ് ആദ്യം, ഒരു ഇൻ്റർവ്യൂ അല്ല, അവനവൻ തന്നെ എഴുതുകയാണ്, അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രോസസ്സിലാണ് എഴുതി യഥാർത്ഥത്തിൽ അതൊരു 2-3 പേജുള്ള ഒരു കാര്യമാണ് നമ്മൾ A4 ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അത് എഴുതാൻ ഞാനൊരു 10-25 ദിവസത്തിൽ കൂടുതലെടുത്തു. കാരണം എൻ്റെ ഒരു അനുഭവത്തെ ഞാൻ പ്രോസസ്സ് ചെയ്യാനെടുത്ത സമയമാണത്. അത് മാത്രമല്ല, നമ്മൾ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിസണായിട്ട് നമ്മളെ ഭരണാധികാരികൾക്ക് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് അറിയിച്ചതിന് ശേഷം അവരതിന്മേൽ പ്രതികരിച്ചതും ആ പ്രതികരണങ്ങളുടെ പ്രത്യേകതകളും അതിൻ്റെ ലിമിറ്റേഷൻസും കണ്ടതിന് ശേഷമുള്ള ഒരു കൂട്ടിത്തുന്നലാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. ഇതെല്ലാം എൻ്റെ ഹീലിങ്ങിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നുള്ള വ്യക്തിയായിട്ട് തന്നെ പ്രതികരിക്കുന്നത് എൻ്റെ ഹീലിങ്ങിനെ വളരെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ സ്മൃതിയോട് പറയായിരുന്നല്ലോ, എനിക്ക് ചില സമയത്ത് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, എനിക്ക് വയ്യാണ്ടാവുന്നുണ്ട്, എനിക്കാകെ എങ്ങനെയെങ്കിലും തീർത്ത മതിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത്, എനിക്ക് മുമ്പുള്ള സ്ത്രീകൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനെ നേരിട്ടത്. അവർക്ക് ഒരു തരത്തിലും ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ നമ്മൾ ബൻവാരി ദേവിയുടെ കേസൊക്കെ ആലോചിക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഈ സെക്ഷൽ ഹാരസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള പല വിശാഖ ഗൈഡ് ലൈൻസൊക്കെ കൊണ്ടുവരുന്നത് അവരുടെ ആ വളരെ അതിഭീകരമായ ലൈംഗിക പീഡനത്തിൽ നിന്നാണ്. അപ്പം ഞാൻ അവരെയൊക്കെ ആലോചിക്കും, ഞാൻ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് നോക്കാറുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ സഹിച്ചത്? ഇപ്പോഴും പേഴ്സണൽ കേസസ് തീരാത്ത ഒത്തിരി സ്ത്രീകളുണ്ട്. അതായത് സിസ്റ്റത്തിന് ചേഞ്ച് വരാനായിട്ടുള്ള നിയമങ്ങൾ വന്നു, പക്ഷേ അവരുടെ കേസുകളൊന്നും അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആശ, എപ്പോഴും ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സിസ്റ്റം അതിൻ്റെ വേഗത്തിലേ പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തികൾ അതിൽ മുഖങ്ങളായി വരുന്നില്ല. ആ സംവിധാനത്തിൻ്റെ ഒരു വേഗം കുറവ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലല്ലോ. പലപ്പോഴും വ്യക്തികൾ വരുന്നുണ്ട്, ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ചില പ്രിവിലേജസ് ഉണ്ട്. ഇപ്പോൾ ആശയുടെ കേസിൽ അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സമയത്ത് കൂടിയാണ്. കാരണം ഒരു വശത്ത് അവൾക്കൊപ്പം എന്നുള്ള ടാഗ്ലൈൻ മുന്നോട്ട് വെച്ചുകൊണ്ട് സർക്കാർ ചില വിഷയങ്ങളിൽ എടുക്കുന്ന വളരെ മുന്നോട്ടുള്ള നിലപാടുണ്ട്. അത് ശ്ലാഘിക്കേണ്ടത് തന്നെയാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്നതുമായിരുന്നു. പക്ഷേ ആശയുടെ കേസിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു താരതമ്യം നടക്കുന്നുണ്ട്, തീവ്രത അളക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ആശ കാണുന്നത്? അത് തന്നെയാണ് ഇതിൽ പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ സിസ്റ്റത്തെക്കുറിച്ച് സ്മൃതി പറഞ്ഞു. അതായത് ഒരു സംവിധാനത്തിൻ്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് വ്യക്തികളിലോ
അല്ലെങ്കിൽ പല തരം ബയസസിലോ അധിഷ്ഠിതമായിട്ട് വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ അംബേദ്കറിനെയൊക്കെ വളരെയധികം പ്രാവശ്യം ഉച്ചരിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക് റൈറ്റ്സ് പോലും ഈ തരംതിരിവ് ഉണ്ടാകുന്നത്, ബേസിക് റൈറ്റ്സ് നമ്മൾ ചോദിക്കാൻ പോലുമുള്ള തരംതിരിവുകൾ സൃഷ്ടിക്കുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ റിഫ്ലക്ഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമുണ്ട്, ഈ വീക്ക് സിസ്റ്റം എൻ്റെ സ്റ്റുഡൻസിനെ എങ്ങനെ ബാധിക്കും. ഇനി വരുന്ന തലമുറയിൽ നമുക്കറിയാം, അവരൊക്കെ നമ്മൾ ഈ ന്യൂജൻ എന്നൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. അവർ റിയാക്ട് ചെയ്യും, പക്ഷെ അവർ പലപ്പോഴും വളരെ സെൻസിറ്റീവാണ്. അവർക്ക് എൻ്റെ ജനറേഷൻ എൻഡ്യൂർ ചെയ്യുന്ന പോലെയും എന്താ പറയുന്ന റെസിലിയൻസ് കാണിക്കുന്ന പോലെയും ചിലപ്പോൾ കാണിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ കാണുന്ന ആത്മഹത്യകൾ, നമ്മൾ കാണുന്ന പലതരം കാര്യങ്ങൾ ഈ ഇൻട്രാക്ഷൻസിൻ്റെ ഒക്കെ ഫലം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തെക്കാളും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ കുട്ടികൾ യഥാർത്ഥത്തിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് വളരുന്നവരാണ്, നമ്മുടെ ഒന്നും ജനറേഷൻസിനെ പോലെ അല്ല. ആശ ഇപ്പോഴും ആശങ്കപ്പെടുന്നത് ആശയുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത ജനറേഷനുമായി ബന്ധപ്പെട്ടാണ്. ആശയുടെ അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു, അങ്ങനെയൊരു സംഭവം അപ്രതീക്ഷിതമായിരുന്നു അല്ലേ? അപ്രതീക്ഷിതമായിരുന്നു. ആശയും ഈ പറയുന്ന ആക്രമിച്ച വ്യക്തിയും മാത്രമാണോ ആ സ്ഥലത്തുണ്ടായിരുന്നത്? അതെ. എങ്ങനെയാണ് ആശ ആദ്യം റിയാക്ട് ചെയ്തത്? എനിക്ക് ഓടിപ്പോരേണ്ടി വരികയാണ് ചെയ്തത്. വളരെ തിടുക്കത്തിൽ ഓടിപ്പോരേണ്ടി വരുന്ന കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു അതിക്രമമാണ് സംഭവിച്ചത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത് ഒരു എന്താ പറയുന്ന, ഞങ്ങൾ ഈ പറയുന്ന മൊത്തം കാര്യങ്ങൾ, ഞാൻ അവിടെ പോയത് IFFKയുടെ സെലക്ഷൻ കമ്മിറ്റി അംഗമായിട്ടാണ്. അപ്പോൾ 24-ാം തീയതി, ഒക്ടോബർ 24-ാം തീയതി മുതൽ നവംബർ 6-ാം തീയതി വരെയായിരുന്നു. അപ്പോൾ ഈ നവംബർ 6-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് വൈകുന്നേരം. അപ്പോൾ അതിനുശേഷം എനിക്ക് അവിടെ ആരോടും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ വളരെ അസ്വസ്ഥയായിരുന്നു, കാരണം എനിക്ക് ആരോടും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ആരോടെങ്കിലും വിളിച്ച് പറയാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആദ്യം ഒന്ന് കുറഞ്ഞേനെ. അത് നമ്മൾ ഈ പോഷ് ആക്ടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ആരെങ്കിലും പറയാനുണ്ടാവുന്ന ഒരു സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് പറയുന്നത്. അപ്പോഴും ഈ പറയുന്ന പോലെ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, പരാതി കൊടുക്കണ്ടേ? അപ്പോൾ ഞാനതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്താണ് ഇത് സംഭവിച്ചത്, ഈ ഒരു എന്താ പറയുന്നത്, ഞാൻ ഇങ്ങനെ വളരെ ഈക്വലായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഇത്രയും ഹൈ ലെവലായിട്ടുള്ള ഗവൺമെൻറ് വളരെ സവിശേഷതയോടെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഈ ജൂറി മെമ്പറായിട്ട് പോയിട്ട് അവിടെയും ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണോ ഞാൻ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കിയ ഈ ലോകത്തിൽ? നമ്മൾ WCC ഒക്കെ നോക്കുമ്പോൾ WCC വളരെ വലിയ തോതിൽ ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഞാനും കൂടി ചേർന്ന ഒരു ചെറിയ സംഘമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പെട്ടെന്നൊരു എന്താണ് ഭൂമികുലുക്കം, അതെല്ലാം തകർന്നു വീഴുന്നു, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ആകെ പതറിപ്പോയി. സീമനാണോ ആദ്യം കത്തയച്ചത്? അത് കുറേ സമയമെടുത്തു സ്മൃതി, കാരണം എനിക്ക് പരാതി കൊടുക്കണോ വേണ്ടോ എന്ന് വലിയ സംശയം വന്നു. കാരണം ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ആദ്യം ഞാൻ ചിന്തിച്ചു. ഈ പരാതി കൊടുക്കണോ എന്നുള്ളത് അപ്പോഴേക്കും നമ്മൾ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? പരാതി കൊടുക്കണോ എന്നുള്ള ആലോചനയിൽ എനിക്ക് അത്രയും എടുക്കാൻ പറ്റാഞ്ഞോണ്ട് ഞാൻ വളരെ പതുക്കെയാണ് അതിനെ സമീപിച്ചത്. പക്ഷെ എന്നോട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്, ആശയ്ക്ക് എന്താണോ യുക്തമെന്ന് തോന്നുന്നത് അത് ചെയ്യൂ, ആശയെ ആരും പ്രഷറൈസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യരുത്. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും വലിയ അഡ്വൈസ് ആണെന്ന് തോന്നുന്നു. ആർക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടതും അതാണെന്ന് തോന്നുന്നു. പരാതി കൊടുക്കണം എന്നുള്ള സമ്മർദ്ദത്തിന്റെ പുറത്താകരുത്. അതെ അതെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്വയം ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത് അപ്പോഴാണ്, നമ്മൾ എത്ര പേര് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും
ഈ ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മാത്രമാണ് നമ്മളെ കാവൽക്കാരി, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ WCC അപ്പോൾ WCCയിൽ അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ WCCയിൽ അറിയിച്ചു, 1-2 ദിവസത്തിനകം. അപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞ്, അവരെല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും പ്രഷർ എടുക്കരുത്. അങ്ങനെയാണ് ഞാൻ പരാതി എന്നുള്ളത് എനിക്ക് പോരാ എന്ന് തോന്നി. യഥാർത്ഥത്തിൽ പരാതി പോരാ, അതിനും മുകളിൽ വേണമെന്ന് തോന്നി. കാരണം അത്രയും ഞാൻ ഒരു ആങ്കർ അനുഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ഒരു റേജ് എൻ്റെ ഉള്ളിലുണ്ടായി. സിഎമ്മിന് വിശദമായി തന്നെ എഴുതി? വിശദമായി. എത്ര പേജ് കത്തായിരുന്നു അത്? ഒരു 3 പേജ് കത്തായിരിക്കും. അത് കോപ്പി ആർക്കൊക്കെ? കോപ്പി ചലച്ചിത്ര അക്കാദമിക്ക് കോപ്പി വെച്ചു, കാരണം അവിടെ വെച്ചിട്ടാണ് നടന്നത്. കൾച്ചറൽ മിനിസ്റ്റർക്ക് കോപ്പി വെച്ചു, അതുപോലെ നമ്മുടെ വിമൻസ് കമ്മീഷന് കോപ്പി വെച്ചു, നാഷണൽ കമ്മീഷൻ ഫോർ വിമനും കോപ്പി വെച്ചു. ഈ പരാതികൾ അയച്ചതിൽ ആരൊക്കെയാണ് ആശയം വിളിച്ച് സംസാരിച്ചത്? പരാതി അല്ലായിരുന്നുകൊണ്ട് തന്നെ ഇത് കോൺഫിഡൻഷ്യൽ കത്തായിരുന്നു. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തില്ല എൻ്റെ ഒരു പരാതിയാണെന്നുള്ളത്. പക്ഷേ അവർ സുവോമോട്ടോ ആയിട്ട് ഗവൺമെൻറ് കേസ് എടുത്തു എന്ന് എനിക്ക് മനസ്സിലായത് 4 ദിവസം കഴിഞ്ഞിട്ട് പോലീസുകാരെൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്. അതുവരെ എനിക്ക് ഒന്നും അറിയിച്ചിരുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്നാണ് പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നത്. ബാക്കി 4 സ്ഥലങ്ങളിൽ നിന്നും ഈ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അവർ പരാതിയായിട്ട് അയച്ചെങ്കിൽ മാത്രമേ അവർ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പരാതി ഫോർമാറ്റിൽ അത് ടൈപ്പ് ചെയ്ത് അയക്കുന്നു. അപ്പം ബേസിക്കലി എൻ്റെ ആഗ്രഹം പരാതി ആവശ്യമുള്ളവരെടുത്തോട്ടെ, അല്ലാതെ ഞാനിപ്പോൾ ഇതിന് പുറകെ നടക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ചലച്ചിത്ര അക്കാദമി അവർ 2 ദിവസത്തിനകം 4 ദിവസത്തിനകം. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പോലീസുകാർ പോകുമ്പോൾ, 2 വനിതാ പോലീസുകാരാണ് വന്നത്. അവർ വളരെ നന്നായി ഇടപെട്ടു. എനിക്ക് പോലീസിൻ്റെ ഒരു ഇടപാടിൽ വളരെ എന്താണ് പറയുന്നൊരു സമാധാനം തോന്നി. പക്ഷേ അവരെന്നോട് പറഞ്ഞു FIR ഉടനെ തന്നെ ഇടും എന്ന് പറഞ്ഞു. പക്ഷേ FIR ഇട്ടില്ല. അത് പിന്നെ വരുന്ന ഗ്യാപ്പ് എത്രയാണ്? ഒരു ഏകദേശം 8 ദിവസം. അപ്പം ഞാൻ വീണ്ടും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ FIR എന്തുകൊണ്ടൊക്കെയോ താമസിക്കുന്നതായിട്ട് മനസ്സിലായി. സിഎമ്മിന് എഴുതി കഴിഞ്ഞ ഒരു 14 ദിവസം കഴിഞ്ഞു അല്ലേ ആകെ നടപടികളിലേക്ക് കടക്കാൻ? അതെ അതെ. ഇതിനിടയ്ക്ക് പലരായി സമ്മർദ്ദപ്പെടുത്തുന്നത് ഈ വിളിച്ച കോൾസ്, ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമിയിൽ നിന്നടക്കം കോൾസ് വന്നു, ഒപ്പമുണ്ട് എന്ന് പറയുന്നു. പരാതിപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പരാതിപ്പെടരുതെന്ന് പറഞ്ഞില്ല. കാരണം പരാതി ഓൾറെഡി ഞാൻ എഴുതി കഴിഞ്ഞതുകൊണ്ട് അതിന്മേൽ കേസെടുത്തു, അല്ലെങ്കിൽ കേസെടുക്കുമ്പോൾ മേ ബി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്നു എന്നൊക്കെ അവരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും, എനിക്കറിയില്ല. ഇതിലേറ്റവും സവിശേഷമായി എനിക്ക് തോന്നിയത്, ആരും എനിക്ക് രേഖാമൂലമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും, അതായത് വിമൻസ് കമ്മീഷൻ എന്നോട് പരാതി സ്വീകരിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം എഴുതി. പക്ഷേ ഒരാൾ പോലും എന്നോട്, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനും വൈസ് ചെയർപേഴ്സണും എസ് ചെയർപേഴ്സണും എൻ്റെ വീട്ടിൽ വന്നു. ഇവർ 2 പേരും കുറച്ച് 1-2 പ്രാവശ്യവും വിളിക്കുകയും അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവരല്ലാതെ വേറെ ബാക്കിയുള്ളവർ, അവർ 2 പേരും എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. എന്ന് വെച്ചാൽ വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമായതുകൊണ്ട് അവരെന്നെ സമാധാനിപ്പിച്ചു. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇത്, അതായത് കൃത്യമായിട്ട് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒരു കാര്യമായിരുന്നു. PT കുഞ്ഞുമുഹമ്മദ് അതിനുശേഷം പ്രതികരിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു രോഗിയാണ്, തെറ്റിദ്ധരിച്ചതാകാമെന്ന് മട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹം രോഗിയായിരിക്കാം, അദ്ദേഹത്തിന് പ്രായമുണ്ട്, അതൊന്നും നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ചെയ്ത കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയോ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയോ കേസിന് പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്നെ നേരിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വേറെ പലരായിട്ട് വഴിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് അവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും ഈ മൊത്തം കാര്യങ്ങളൊന്നും യാതൊരു ധാരണയുമില്ലാതെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇത് എവിടെയാണ് നിൽക്കുന്നതെന്നോ, ഈവൻ നമ്മൾ രഹസ്യമൊഴി കൊടുക്കാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകുന്നത് പോലും അവിടെ പോയി പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോരൂ എന്ന് പറയുന്ന അത്രയും വിചിത്രമായ കാര്യങ്ങൾ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണോ? അതെ അതെ, സിനിമാ മേഖലയിൽ നിന്നുള്ളവരും രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലായത് എല്ലാവരും പുരുഷന്മാരാണ് ഈ കാര്യത്തിൽ എന്നോട് ഇടപെട്ടിട്ടുള്ളത്.
അവരെല്ലാവർക്കും ഇതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കണമെന്ന് തോന്നുന്നത് പോലുമില്ല. അതിന് മുമ്പേ ഇതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചു, എന്നോട് വളരെ അടുപ്പമുള്ളവരാണ്. അപ്പം എനിക്ക് മനസ്സിലാകാത്തത്, ഇപ്പം നമ്മളൊരു ഒരു വേറെ ഏതെങ്കിലും ക്രിമിനൽ കേസിലാണെങ്കിൽ നമ്മളിങ്ങനെ മാപ്പ് പറയാമെന്നോ അല്ലെങ്കിൽ ഒരു സോറി ആരുടെയെങ്കിലും അധികാരസ്ഥാനത്തിന് മുന്നിൽ സോറി പറയാം, നിങ്ങൾക്കുണ്ടായ ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ള രീതിയിൽ ഏതെങ്കിലും വേറെ വലിയ ക്രിമിനൽ കേസുകളിൽ ആരും സംസാരിക്കാറില്ല. പക്ഷെ സ്ത്രീകളോടാകുമ്പോൾ ഇത് മാപ്പൊക്കെ പറഞ്ഞ് തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന രൂപത്തിൽ എങ്ങനെയാണ് അതൊരു പൊതുബോധമാണ്. അതായത് അത്രയുമേ വേണ്ടൂ എന്നുള്ള ഒരു പൊതുബോധത്തിൽ നിന്നാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഇരട്ട നീതിയുടെ സ്വഭാവമുണ്ടോ ഇതിനെന്ന് ആശയ്ക്ക് സംശയം ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾ, ആ പരാതികളൊക്കെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അതിജീവിതകൾ പറയുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുമുള്ളതാണ്. അതിലൊരു അതിജീവിത അതീവ വേദനയോടെ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങൾ ഒരു ചായക്കപ്പിൽ എഴുതി വെച്ചുകൊണ്ട് ആ കപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അപ്പോൾ അവൾക്കൊപ്പം എന്നുള്ളത് അത് ആ ഒരൊറ്റ കേസിൽ ആ പർട്ടിക്കുലർ അതിജീവിതയ്ക്കൊപ്പം എന്ന രൂപത്തിലല്ലല്ലോ നമ്മളെടുക്കുക, മുഴുവൻ അതിജീവിതകൾക്കും ഒപ്പം എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആശയം എന്താണ് കരുതുന്നത്? അതൊരു PR പരിപാടിയാണോ? ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രയോറിറ്റീസ് സെറ്റിങ്സ് മാറുകയാണ്. അത് മാറാൻ പാടില്ലല്ലോ. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ ആയിരിക്കണം, ഏതൊരു സ്ത്രീയുടെയും സുരക്ഷ ആയിരിക്കണം, ഏതൊരു അരികുവൽക്കരിക്കപ്പെട്ട ആളുടെയും സുരക്ഷയായിരിക്കണം, ഏതൊരു കുട്ടിയുടെയും സുരക്ഷയായിരിക്കണം. ഇതിലെങ്ങനെയാണ് കളറുകൾ മാറുന്നത്? അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന ജനാധിപത്യത്തെ വളരെ വീക്കൻ ചെയ്യുന്ന ഒരു ഇടപാടാണ്. അതാര് ചെയ്താലും ശരിയല്ല. അതുപോലെ നമ്മളിപ്പം എനിക്കതിൽ പോലെ തോന്നിയിട്ടുള്ളതാണ്, നമ്മളിപ്പോൾ CM-ന് എഴുതുന്നു, CM-ന് എഴുതിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഇപ്പം നമ്മളെ സിസ്റ്ററിൻ്റെ കാര്യത്തിൽ CM-ന് എഴുതുകയാണ്, എല്ലാതും CM-ന് എഴുതാനാണെങ്കിൽ പിന്നെ സിസ്റ്റം എന്തിനാണ്? അതൊരു എന്നെ പെട്ടെന്ന് ഞെട്ടിച്ച ഒരു കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും ആദ്യത്തെ അതിജീവിത CM-നെ കാണാൻ പോവുകയാണ്. അപ്പോൾ അതായത് ഞാൻ ചോദിക്കുന്നത്, CM വളരെ മഹാമനസ്കനായ വളരെ നല്ല ഒരു ഭരണാധികാരി ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും, പലരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ CM മാത്രം മഹാമനസ്കനായതുകൊണ്ട്, നമ്മൾ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, നമ്മളൊരു ജനാധിപത്യ സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതിന് പകരം ഈ പറയുന്ന രീതിയിൽ ആർക്കോ എന്തോ ഉദാരമായി ചെയ്തു കൊടുക്കുന്ന, അതായത് ഗിവിങ് എ പിറ്റൻസ് എന്ന് പറയുന്ന മാതിരി ഒരു ചാരിറ്റി പോലെ, എന്തുകൊണ്ടാണ് അത്? തീർച്ചയായിട്ടും സെക്കൻഡറി സിറ്റിസൺഷിപ്പിന് മാത്രമേ അങ്ങനെ ഒരു അനുഭവം വരുള്ളൂ. പ്രൈമറി സിറ്റിസൺസ് ആണെന്ന് തോന്നുന്ന പുരുഷന്മാരെയോ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെയോ ഈ തരം ചാരിറ്റി സ്വഭാവമൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അതിന് നേരിട്ട് അവരോട് കാര്യം പറഞ്ഞില്ലെങ്കിൽ അവർ വിവരമറിയും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇതെനിക്ക് ഏതോ ഒരു ഗവൺമെൻറ്റിനും ഒട്ടും ശുഭമല്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ഒരാൾക്ക് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ ഞാൻ KK ശൈലജ സംസാരിച്ചിരുന്നു. അപ്പം ആശയുടെ വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആശയ്ക്കൊപ്പമാണെന്ന് പറയുന്നു. അതോടൊപ്പം പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പോലീസ് പ്രത്യേകിച്ചൊരു പിന്തുണയുടെ ആവശ്യമില്ല, പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. ഈ തെളിവുകൾ എന്ന് പറയുന്നത് ആശ പറയുന്ന മൊഴിയല്ലാതെ, അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന കട്ടിലിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കസേരയുടെ സ്ഥാനം, ഇതൊക്കെ നോക്കുകയല്ലാതെ എന്ത് തെളിവാണ് ആലോചിക്കുന്നത്? ഒരാൾ ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പിന്തുണയുടെ ആവശ്യമില്ലേ യഥാർത്ഥത്തിൽ? ഞങ്ങളിതാ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ വരണ്ടേ? തീർച്ചയായിട്ടും. അതിൽ എനിക്ക് അവൾക്കൊപ്പം എന്നുള്ള ഇപ്പോൾ ഈ പറയുന്ന കേൾക്കുമ്പോഴേ സത്യമാണ്, അവരവർ മാത്രം പ്രതികരിച്ചാലേ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അവരവർക്ക് എനിക്ക് ഞാൻ തന്നെ വേണം, അത് ശരിയാണ് ഏതൊരാൾക്കും. പക്ഷേ ഈ നമ്മളെ ശക്തിവൽക്കരിക്കുന്ന അല്ലെങ്കിൽ എംപവർ ചെയ്യുന്ന എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഒരാൾ ഇതിൽ പിടിച്ചു നിൽക്കാൻ പോകുന്നത്. അതിലൊരു സംശയമില്ല. ഞാനത് പറയാൻ കാരണം, എന്നെ എംപവർ ചെയ്യുന്ന എത്രയോ സുഹൃത്തുക്കളും എത്രയോ സഹോദരങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് മാത്രമായിട്ട് എവിടെ നിന്നാണ് ഒരു കറേജ് വരുന്നത്? ഇപ്പോൾ കറേജ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയും, പക്ഷേ കറേജ് ഈസ് ഇറ്റ് കംസ് ഔട്ട് ഫ്രം എ കളക്റ്റീവ് എഫർട്ട്. അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അപ്പം ഇത് വലിയ ചോദ്യചിഹ്നങ്ങളാണ്. എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് തരം തിരിക്കുന്നത്? അത് ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചേ അല്ല, അത്
യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും അതിപ്പോൾ നമുക്കറിയാം, ഒരു പാർട്ടി ചെയ്താൽ മറ്റേ പാർട്ടി ചെയ്താൽ അപ്പുറത്തെ പാർട്ടി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ദിസ് ഇസ് കൈൻഡ് ഓഫ് ബ്ലൈൻഡ് ഫോൾഡിങ് ദ പീപ്പിൾ. അത് വളരെ 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 അൺഹെൽത്തിയാണ്. ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഒരു കോൺക്ലേവ് നടത്തി. അപ്പോൾ ഒരു പോഷ് ആക്ട് പ്രകാരമുള്ള ഒരു സംവിധാനം ഈ ചലച്ചിത്ര അക്കാദമിയിലും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ആയിരിക്കാം. കാരണം എന്നോട് വൈസ് ചെയർപേഴ്സൺ സംസാരിക്കുമ്പോൾ നമുക്ക് IC കൂടാം എന്നൊക്കെ പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫോംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ IC കൂടി, അല്ലെങ്കിൽ അവർ ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നോട് പറയുകയാണ് വേണ്ടത്. കാരണം ഞാൻ ICയിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എഴുതുമ്പോൾ അതൊരു പരാതിയായിട്ടല്ല എഴുതിയത്. അപ്പോൾ ഈ നമ്മുടെ പോഷ് ആക്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ നിയമം. അപ്പോൾ ഈ നിയമം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊരു ഇരയെ സമീപിക്കുമ്പോൾ അവർക്ക് ICയിൽ പോകണോ അതോ കേസ് കൊടുക്കണോ, ഇത് വളരെ വ്യക്തമായിട്ട് അവരുടെ അഭിപ്രായം അന്വേഷിക്കണം. ഞാനിങ്ങനെ ഒരു കത്തെഴുതി കഴിഞ്ഞിട്ട് എന്നോട് ഒരാൾ പോലും ഇത് ചോദിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്റിന് ഇങ്ങനത്തെ അഡ്വൈസുകളില്ലെന്നാണോ, ധാരണയില്ലെന്നാണോ, അതോ ഈ പോഷ് ആക്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് പ്രധാനമല്ലെന്നാണോ? അതായത് എത്രയോ IC ട്രെയിനിങ് ഞാൻ തന്നെ ഹോൾഡ് ചെയ്യുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. WCC ഒരു IC വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പോയിട്ടാണ് ICകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സിനിമാ മേഖലയിൽ. അപ്പോൾ IC ആർക്കും അറിയാൻ മേലാത്തതോ പോഷ് ആക്ട് അറിയാൻ മേലാത്തതുകൊണ്ടോ അല്ല. പക്ഷെ ദിസ് ക്യാൻ ബി ഓവർലുക്ഡ്. ഇത്രേ ഉള്ളൂ ഇത്. അത് ഈ സംവിധാനത്തിൽ നിന്ന് മാറാതെ ഇത്രേ ഉള്ളൂ എന്ന് ഒട്ടും ആ രീതിയിൽ വിചാരിക്കാതെ ഉള്ള ഒരു പ്രവർത്തനത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈവൻ നിയമങ്ങൾ പോലും, പോഷ് ആക്ടാണ് ഏറ്റവും സ്ട്രോങ് ആക്ട്. പോഷ് ആക്ടിൽ പറയുന്നത് നിങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് പ്രതിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ തിരിച്ചാണ് സംഭവിക്കാറ്. അപ്പം ഞാനാണല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാനാണ് ഇതും കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസിൻ്റെ ഒരു ഭാവി എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു, പ്രോസിക്യൂട്ടർ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അങ്ങനെയാണ് അല്ലേ? എന്താണ് പിന്നെ ആശയുടെ വാദങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ആശയ്ക്ക് അറിയില്ല. അതായത് ഇപ്പോൾ അത് തുടങ്ങിയിട്ടില്ല, വാദമൊന്നും തുടങ്ങിയിട്ടില്ല. ഇതിൽ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കാര്യം പറയുന്നത്, ഈ നമ്മൾ മുൻകൂർ ജാമ്യത്തിന് പ്രതി അപേക്ഷിക്കുമ്പോൾ അത് വാദിക്കുന്നത് സെഷൻസ് കോടതിയിലായിരുന്നു, തിരുവനന്തപുരം. അപ്പോൾ എനിക്ക് ഈ പ്രൊസീജിങ്സ് ഒന്നും നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും ഇത്തരം വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ ഈവൻ PK ശ്രീമതി ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ടീച്ചർ പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഗവൺമെൻറ് വാദിക്കുകയാണെങ്കിലും എനിക്ക് വേണ്ടി വാദിക്കുമ്പോൾ എനിക്ക് ആ പ്രോസിക്യൂട്ടറോടൊന്ന് സംസാരിക്കണമല്ലോ. അപ്പോൾ അവരെന്നോട് പറയുന്നത്, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് മാഡം, ഞാൻ മാഡത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ഒരു വളരെ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ പിന്നെ എനിക്ക് പറയാനുണ്ടാവുമോ എന്ന് അവർ ചോദിക്കുന്നില്ല. അപ്പം ഞാൻ ഓക്കെ, അവൾക്കൊപ്പമാണ്, എല്ലാവരും അവൾക്കൊപ്പമാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇവരിത്രയും ഗംഭീരമായിട്ട് വാദിക്കുമെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ അടുത്ത ദിവസം മുൻകൂർ ജാമ്യം കിട്ടി. അതും ഏറ്റവും ഫണി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു എന്താ പറയുക കുറച്ച് നാൾക്ക് മുമ്പ് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ അതിക്രമം നടത്താൻ ഒരു പ്രശ്നവുമില്ലാതിരുന്ന ഒരാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുൻകൂർ ജാമ്യം കൊടുക്കുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു റാഷണൽ? അത് സ്ത്രീയുടെ ഭാഗത്ത് നിന്നാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ എനിക്ക് വളരെ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കേസിന് മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെയാണ് ആശ കാണുന്നത്? ഇപ്പോൾ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ആലോചനയിലേക്ക് എത്തുന്നുണ്ടോ? അതും ഈ പറഞ്ഞ പോലെ എല്ലാവരും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ചോദിക്കുന്നു. അപ്പോൾ അതിനെന്തായിരിക്കും കാരണം? ഞാൻ ചെറിയ സമയത്ത് പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് ജോലി വളരെ കൂടുതലാണ്. ഇത്തരം കേസുകളിൽ വാദിക്കണമെങ്കിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ധാരണയും അതിനുള്ള ഒരു വില്ലുമുള്ള ഒരു പ്രോസിക്യൂട്ടർ വേണം, ഒരു വക്കീൽ വേണം. നമ്മൾ ഒരാളെ ആവശ്യപ്പെടുന്നുണ്ടോ?
ആവശ്യപ്പെടണമെന്ന് തോന്നുന്നു. പക്ഷേ അതും ഒരു വിചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നെ എന്താണ് അവസ്ഥ? അപ്പോൾ എവിടെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു റെഗുലേറ്ററി മെക്കാനിസം എങ്ങനെയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഉറപ്പായിട്ട് ഇപ്പോൾ സംവിധാനമാണോ സംവിധാനത്തിൽ ഇരിക്കുന്നവരാണോ കുഴപ്പക്കാർ എന്നുള്ള സംവിധാനത്തിൽ ഇരിക്കുന്നവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആശയ്ക്ക് എല്ലാ ഐക്യദാർഢ്യവും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഉറപ്പായിട്ട് ഞാനൊരു ഒരു ക്യാമ്പയിൻ തുടങ്ങാനായിട്ട് ആലോചിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച, അതായത് നമ്മൾ നടി ആക്രമിക്കപ്പെട്ട കേസ് കംപ്ലൈൻറ്റ് നൽകിയത് 17-ാം തീയതിയാണ്. അപ്പോൾ ഈ 17-ാം തീയതി 9 വർഷം തികയാണ്. ആ ദിവസം നമ്മൾ ഒരു സീറോ ടോളറൻസ് ടു സെക്ഷൽ ഹാരസ്മെൻറ്റ് എന്നുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും വലിയ സപ്പോർട്ട് ആവശ്യമാണ്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും എല്ലാ പൊതുജനങ്ങളിൽ നിന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ 9 വർഷവും ഈ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ആശ. ഉറപ്പായിട്ടും ഉണ്ടാവും. താങ്ക് യു.